CPM-ൽ നിന്നും BJP-യിലേക്ക് എത്തിയ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. 10-ാം പ്രതിയെ വെറുതെ വിട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായൺ, TP വധക്കേസ് പ്രതി TK രജീഷ് എന്നിവർ കുറ്റക്കാരുടെ പട്ടികയിലുണ്ട്. തലശ്ശേരി കോടതിയുടേതാണ് ഇന്നത്തെ വിധി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം, അതായത് കോടതി നടപടികളിലൂടെ അത് കൂടുതൽ വ്യക്തമാകുന്നു. അവിടെ മുഴപ്പിലങ്ങാട്ട് സൂരജ് എന്ന് പറയുന്ന ആൾ CPM-ൽ നിന്നും BJP-യിലേക്ക് എത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അവരുടെ ശിക്ഷാവിധിയാണ്, അല്ലെങ്കിൽ അതിലുള്ള കുറ്റക്കാരെയാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 1 മുതൽ 9 വരെയുള്ള പ്രതികൾ. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസ് പ്രതി TK രജീഷ് എന്നിവരും ഉൾപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, 1 മുതൽ 9 വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്. TK രജീഷും, അതായത് TP വധക്കേസ് പ്രതി TK രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായൺ അടക്കം ഈ കേസിലെ പ്രതിയാണ്. 10-ാം പ്രതിയായ നാഗത്താംകോട്ട പ്രകാശനെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ എടുത്തു പറയേണ്ടതാണ്, നീണ്ട 20 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസിൽ വിധി വന്നിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നീതി ലഭിച്ചിരിക്കുന്നു എന്നൊരു കാര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ RSSന്റെ വിഭാഗ് വിദ്യാർത്ഥി പ്രമുഖ് M സജിത്ത് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെ കാണുന്നു ഈ ഒരു ഇത്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയമാണ്. 20 വർഷങ്ങൾക്ക് ശേഷം കേസിന് ധർമ്മം വിജയിച്ചു എന്ന തെളിവാണ്. അതുകൊണ്ടാണ് ഇതിൽ പെടാത്ത 2 പ്രതികളും പൂർണ്ണമായും കേസ് വിചാരണ നീണ്ടുപോകുകയും അതിനുശേഷം പ്രതികളായി തീരാനും സാധിച്ചത്. അതുകൊണ്ട് ഇത് ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ വിജയമാണ്. ഇപ്പോൾ 20 വർഷം ഒരു നീണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് കേസിൻ്റെ അന്വേഷണവും അതിൻ്റെ വിചാരണയൊക്കെ. ഇപ്പോൾ 20 വർഷം എന്നുള്ള നീണ്ട കാലയളവാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ ഈ ഒരു വൈകിയ വേളയിലും നീതി ലഭിച്ചു നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റും. അല്ലാത്ത ഒരു പ്രതിനെ വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് കേസ് പഠിച്ച ശേഷം മേൽക്കോടതി പോകാൻ പറ്റുന്നതാണ്. നിയമവിദഗ്ധന്മാരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ സംഭവത്തിൽ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഘപ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ ഇരയായിട്ടുണ്ട്. അതിന് ഒരു ശക്തമായ തിരിച്ചടി, അവരുടെ ഈ അക്രമ രാഷ്ട്രീയത്തിന് മുഖത്തേറ്റ ഒരു അടിയാണ് നമുക്ക് ഈ വിധിയെ പറയാൻ പറ്റും. പൂർണ്ണമായും CPM-ൻ്റെ അസഹിഷ്ണുത മനോഭാവത്തിന് ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് സൂരജിൻ്റെ വധം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവമായ പ്രവർത്തകനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ നിന്നും RSSൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കൊല ചെയ്തിട്ടുള്ളത്. അതിന് 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അതിന് യഥാർത്ഥത്തിൽ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ സൂരജിന് ഒരുപക്ഷെ ഈ ജീവൻ നിന്ന് നമ്മോടൊപ്പം തന്നെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. മരണം മാത്രമല്ല, മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പോലും വെറുതെ വിടാൻ വേണ്ടിയിട്ട് CPM അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം ഏകദേശം 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം തകർത്തിട്ടുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുത മനോഭാവത്തിലുള്ള തിരിച്ചടിയാണ് കേസിന്റെ വിധി. ജില്ലാ കാര്യവാഹ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ വിധി? വിധിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനും അതേപോലെ തന്നെ നമ്മുടെ സ്വയംസേനയായിട്ടുള്ള സൂരജിക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും കിട്ടിയ ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു നീതിയാണിത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ൻ്റെ ഏറ്റവും വലിയ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണം കൂടിയാണ്. ഇതുകൊണ്ടൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ തന്നെ അക്രമകാരികളും ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമുള്ളത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ, അതുപോലെ തന്നെ TP വധക്കേസിലെ പ്രതിയൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ദൈനംദിനം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരൻ തന്നെ ഈ കേസിൽ പ്രതിയായിരിക്കുന്നു. അപ്പോൾ അത് ഈ അക്രമ രാഷ്ട്രീയത്തിൽ CPM എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അക്രമങ്ങൾക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള രീതിയിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ അക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നതുതും. പക്ഷേ ഒരിക്കലും ഒരു പരസ്യമായ ഒരു വേദിയിൽ വന്നിട്ട് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ അവരാരും തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കിട്ടിയിട്ടില്ല ഒരു അടി തന്നെയാണ് ഇവരൊക്കെ പ്രതിയാവുന്ന ഈ ശിക്ഷ കിട്ടുന്ന സമയത്ത് ലഭിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമാണ് വിനോദ്. കാരണം നീണ്ട 20 വർഷത്തിനൊടുവിൽ BJP പ്രവർത്തകനായ എളമ്പിലായ സൂരജ് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേസിലെ 10 പ്രതികളിൽ 9 പേരും ശിക്ഷിക്കപ്പെടുന്നു. ഏതായാലും വിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അടക്കം കൃത്യമായി തെളിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഗൂഢാലോചന കേസിലെ പ്രതികളെ ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക വഴി കോടതി ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വിധി തിങ്കളാഴ്ച വരും. എന്തായിരിക്കും വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് വിനോദ്.